നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ജീവനക്കാരും ഇടപെട്ടു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വൈഷ്ണയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാരാണ് വൈഷ്ണ ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടെ താമസിക്കുന്നവരിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള 18/564 എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാർ പരാതിയുമായി രംഗത്ത് വന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്ലർക്ക് GM കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ 18/564 എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തി. സൂപ്രണ്ട് R പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ നൽകിയ രേഖകൾ പരിശോധിക്കാതെ കാർത്തികയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാം എന്ന ശുപാർശ മുന്നോട്ട് വയ്ക്കുന്നു. പിന്നാലെ ഇലക്ടറൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി V സജികുമാർ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് കോർപ്പറേഷനിലെ പ്രൊജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു ഇടപെടൽ, അതൊരു സമാന്തരമായ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നടത്തിയത്. വൈഷ്ണ താമസിക്കുന്ന വീട്ടിലെത്തി തങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും 2 വർഷമായി മറ്റാരും ഇവിടെ ഇല്ലെന്നും ഉള്ള സത്യവാങ്മൂലം ഇവർ താമസക്കാരിൽ നിന്ന് എഴുതി വാങ്ങുന്ന സാഹചര്യമുണ്ടായി. വൈഷ്ണയുടെ പേര് ഒഴിവാക്കാനുള്ള അന്വേഷണത്തിൽ ക്ലർക്ക് GM കാർത്തികയും ഹിയറിംഗ് നടത്തിയ സൂപ്രണ്ട് പ്രതാപചന്ദ്രനും മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്നാണ് കോർപ്പറേഷൻ ഇലക്ഷൻ സെൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കിയത്. എന്തായാലും വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നീക്കം നടത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വൈഷ്ണയുടെ പേര് പട്ടികയിൽ പുനഃസ്ഥാപിക്കണമെന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ ഈ കാര്യങ്ങൾ വ്യക്തമാണ്. പേര് നീക്കിയതിനു പിന്നാലെ ഈ മാസം 12-ന് ഹിയറിംഗിന് ഹാജരായ വൈഷ്ണയിൽ നിന്ന് മൊഴിയെടുക്കുന്ന സമയം പരാതിക്കാരനായ CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാർ ഹാജരായിരുന്നില്ല. അപ്പോൾ തന്നെ വൈഷ്ണയ്ക്ക് അനുകൂലമായി തീരുമാനമെടുക്കാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പരാതിക്കാരന് മൊഴി നൽകാൻ അനധികൃതമായ അവസരം നൽകിയെന്നതും ഏറ്റവും ശ്രദ്ധേയം. ഇത് തെറ്റായ നടപടിയാണെന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഹിയറിംഗിൽ മറ്റെവിടെയും തനിക്ക് വോട്ടില്ല എന്ന് വൈഷ്ണ അറിയിച്ചിരുന്നു. മുട്ടട വാർഡിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചുള്ള വോട്ടർ പട്ടിക പ്രകാരം വോട്ട് നിലനിർത്തണമെന്ന അഭ്യർത്ഥന വൈഷ്ണ മുന്നോട്ട് വെച്ചിരുന്നു. 3/564 എന്ന വീട്ടു നമ്പർ വോട്ടർ പട്ടികയിൽ 18/564 എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണെന്നായിരുന്നു വൈഷ്ണയുടെ വാദം. പരാതിക്കാരൻ ഹിയറിംഗ് സമയത്ത് ഹാജരായില്ല. അന്ന് വൈകിട്ട് 3-ന് വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ പരാതിക്കാരൻ ഹിയറിംഗിന് ഹാജരായി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അറിയിക്കുകയായിരുന്നു. ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ TC 18/564 വൈഷ്ണ താമസമില്ലെന്നും ഈ നമ്പറിൽ മറ്റാർക്കും വോട്ട് ചേർക്കാൻ അനുവാദം നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെയും രേഖകളുടെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാമെന്നായിരുന്നു ശുപാർശ മുന്നോട്ട് വെച്ചത്. എന്തായാലും ആ റിപ്പോർട്ടിൽ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാം. അന്വേഷണത്തിൽ വൈഷ്ണ മുട്ടട വാർഡിൽ TC 18/564 എന്ന കെട്ടിടത്തിൽ താമസമില്ലെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. ഈ കെട്ടിടം മറ്റൊരു വ്യക്തിയുടെ പേരിലാണ്. ഈ കെട്ടിടത്തിൽ ഉടമസ്ഥർ തന്നെയാണ് താമസമെന്നും വൈഷ്ണ ഇവിടെ താമസമില്ലെന്നും ഉടമ അറിയിച്ചു. തെളിവായത് തിരിച്ചറിയൽ രേഖകളാണ്. പ്രത്യേകിച്ച് വൈഷ്ണ ഹാജരാക്കിയ വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയിൽ നിന്ന് TC നമ്പർ 3/564 സുധാ ഭവൻ PRA 65 മുട്ടട PO എന്ന വിലാസത്തിലെ താമസക്കാരിയാണ് കമ്മീഷൻ വിലയിരുത്തുകയും ചെയ്തു. ഈ വിലാസത്തിൽ വൈഷ്ണ താമസമില്ല എന്ന് അന്വേഷണ ഓഫീസറോ ഹിയറിംഗ് ഉദ്യോഗസ്ഥനോ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 2-നും ഒക്ടോബർ 25-നും കോർപ്പറേഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ക്രമ നമ്പർ 214 വൈഷ്ണയുടെ പേര് ചേർത്തിരുന്നു. വൈഷ്ണ ഈ വിലാസത്തിലെ താമസക്കാരിയാണെന്ന് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ബോധ്യപ്പെട്ടു. ഇതിനാലാണ് അന്തിമ പട്ടികയിൽ പേര് ചേർത്തത്. അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയെ നീക്കം ചെയ്യുന്നതിന് പരാതി സമർപ്പിച്ച CPM ബ്രാഞ്ച് അംഗം വീട്ടു നമ്പറിലെ വിലാസത്തിലെ താമസക്കാരിയല്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ ഹാജരാക്കിയിട്ടുമില്ല. നിശ്ചിത സമയത്ത് ഹാജരായി വൈഷ്ണ നൽകിയ സ്റ്റേറ്റ്മെന്റോ താമസം തെളിയിക്കുന്ന രേഖകളോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ പരിഗണിച്ചിട്ടില്ല എന്നും ഉത്തരവിൽ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്.
എന്തായാലും വൈഷ്ണവ് സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ എത്തിയായിരുന്നു പത്രിക നൽകിയത്. ജില്ലാ സപ്ലൈ ഓഫീസർ സിന്ധു KVക്ക് മുന്നിലായിരുന്നു പത്രികാ സമർപ്പണം. വിവാദങ്ങൾ പ്രചരണത്തിന് തടസ്സമായെന്ന് വൈഷ്ണവ് പ്രതികരിച്ചു. 10 ദിവസമാണ് നഷ്ടമായത്, അതൊക്കെ മറികടക്കും. വാർഡിലെ ജനങ്ങളോട് വിവാദങ്ങളെക്കുറിച്ചല്ല പറയാനുള്ളതെന്നും വൈഷ്ണയുടെ പ്രതികരണം. അതേസമയം വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ CPM ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. തിരുവനന്തപുരത്ത് 2 പ്രധാന CPM നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട്. കോർപ്പറേഷനിലെ CPIമാരായ ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളാണ്. ഇതേക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കണം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും അല്ലെങ്കിൽ UDF നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് വെട്ടിയതിന് പിന്നിൽ ആര്യ രാജേന്ദ്രൻ എന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ ആരോപണം. 13-ാം തീയതി രാത്രി മേയർ നഗരസഭയിൽ വന്നു എന്നും അവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി പേര് വെട്ടിച്ചു എന്നും ഒരു വാർത്ത നഗരസഭയിലുള്ള കോൺഗ്രസ് യൂണിയന്റെ ആളുകൾ തങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. മാത്രമല്ല, ഈ പേര് വെട്ടിയതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പങ്കുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മുതൽ വരുന്ന വിവരമാണ്. 13-ാം തീയതി ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ എത്തിയതായി സൂചനയുണ്ടെന്നും നഗരസഭ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും K മുരളീധരൻ പറഞ്ഞു. മേയർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നില്ല. വോട്ട് വെട്ടിയതിന് പിന്നിൽ പല ആളുകളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വോട്ട് വെട്ടിയതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര നഗ്നമായ നടപടി ഉണ്ടാകില്ല. നഗരസഭാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പേര് എടുത്തു പറഞ്ഞാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി. മേയർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നില്ല. വോട്ടർ പട്ടികയിൽ പേര് പരിശോധിക്കാതെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ പ്രസ്താവന കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ടെന്ന് സംശയമുണ്ട്. എന്തിനാണ് ഇത്രയും നാണം കെട്ട കളിയെന്നും K മുരളീധരൻ ചോദിച്ചു. ജനങ്ങളാണ് പരമാധികാരിയെന്നും അവർ തീരുമാനമെടുക്കട്ടെ എന്നും K മുരളീധരന്റെ പ്രതികരണം. എന്തായാലും വോട്ടർ പട്ടികയിൽ വൈഷ്ണവിന്റെ പേര് ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. വോട്ട് നീക്കി നടപടി റദ്ദാക്കി. കോർപ്പറേഷൻ ERA ചട്ടം ലംഘിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിക്കുകയും ചെയ്തു. വൈഷ്ണവ് നൽകിയ രേഖകൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ലെന്നും വൈഷ്ണവെ കേൾക്കാതെ എടുത്ത നടപടി നീതീകരിക്കാനാകില്ല എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് മുട്ടടയിൽ UDF വൈഷ്ണവയെ അവതരിപ്പിച്ചത്. എന്നാൽ കള്ളവോട്ട് ചേർത്തെന്ന് ആരോപിച്ച് CPM പരാതിയുമായി വന്നതോടെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണവയുടെ പേര് നീക്കം ചെയ്തു. സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായതോടെയായിരുന്നു വൈഷ്ണവ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും വോട്ടർ പട്ടികയിൽ പേര് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു ഉത്തരവായിരുന്നു വന്നത്. അതായത് തീരുമാനം ജില്ലാ കളക്ടർ എടുക്കണം. മാത്രമല്ല, 24 വയസ്സുകാരി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയാണോ എടുക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചതും വളരെയധികം ശ്രദ്ധേയമാണ്. എന്തായാലും നിയമവിരുദ്ധമായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്വീകരിച്ച നടപടികൾ തെറ്റാണെന്ന് ഹിയറിംഗിലൂടെ തെളിയിക്കാനായതാണ് വൈഷ്ണയ്ക്ക് തുണയായത്. വൈഷ്ണയുടെ വാദങ്ങൾ കേൾക്കാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കാൻ ഏകപക്ഷീയമായാണ് തീരുമാനമെടുത്തതെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. വൈഷ്ണയെ മത്സരരംഗത്തു നിന്ന് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നതെന്ന കോൺഗ്രസ് ആരോപണം ശരിവയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിലായിരുന്നു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഏകപക്ഷീയമായ നടപടികൾ ഒന്നൊന്നായി പൊളിഞ്ഞത്. വീട്ടു നമ്പറിലെ 3 എന്നത് തെറ്റായി 18 രേഖപ്പെടുത്തിയതാണെന്ന വൈഷ്ണയുടെ വാക്കുകൾ അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപേ തീരേണ്ട പ്രശ്നമാണ് ഹൈക്കോടതി കയറിയതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയതും. കഴിഞ്ഞ ദിവസമൊക്കെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. നഗരസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളായി മത്സരിക്കുന്ന വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം എതിരാളികളെ ചകിതരാക്കിയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതിന്റെ ഉദാഹരണമാണ് വോട്ടവകാശം തടയാൻ ശ്രമിച്ചതിനു പിന്നിൽ. സ്വന്തം വിലാസത്തിൽ 28 കള്ളവോട്ടുള്ള ഒരാളാണ് വൈഷ്ണയുടെ വോട്ടവകാശം റദ്ദാക്കാൻ ശ്രമിച്ചതെന്നും ഒടുവിൽ സത്യം വിജയിച്ചെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മാത്രമല്ല, വൈഷ്ണവ് സുരേഷിന് വോട്ടവകാശം പുനഃസ്ഥാപിച്ചത് നിയമവാഴ്ചയുടെ വിജയമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു. CPMന്റെ അന്യായമായ ഭരണ ദുസ്വാധീനമാണ് വൈഷ്ണയ്ക്ക് വോട്ടവകാശം നിഷേധിച്ചത്. വൈഷ്ണയ്ക്ക് കോടതി ചെലവ് നൽകാൻ തിരുവനന്തപുരം നഗരസഭ ബാധ്യസ്ഥരാണെന്നതടക്കമുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും വൈഷ്ണവ് പ്രചരണ രംഗത്ത് സജീവമായി. കുറച്ച് ദിവസം തനിക്ക് പ്രചരണ രംഗത്ത് സജീവമാകാതിരുന്ന് തന്നെ വലിയ രീതിയിൽ ബാധിച്ചു എന്നും വൈഷ്ണവ് പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.